ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ശൂർപ്പണഖ ആഗമനമാണ്. അതിൻ്റെ കൂടെ ഒരു ജീവിതവും കൂടി ഞാൻ പറയണ്ടായി. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ഫേസ്ബുക്കിൽ പലതും ചതിക്കപ്പെടുന്നു. നേരിട്ട് പോലും ബന്ധമില്ലാത്ത ആൾക്കാർ തമ്മിൽ ബന്ധപ്പെടുകയും സാമ്പത്തിക ചൂഷണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ശൂർപ്പണഖയുടെ ആഗമനം നമുക്ക് നോക്കിയാൽ അറിയാം. ശൂർപ്പണഖയ്ക്ക് ആ ലക്ഷണയുക്തയായ പാദങ്ങൾ കണ്ടു മോഹിച്ചിട്ടാണ് രാമൻ്റെ അടുത്തെത്തുന്നത്. അതായത് ഒരാളുടെ പാദധൂളികൾ എടുത്തുകൊണ്ട് ഒരു അഹല്യ മാതാവിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. ഒന്ന് ചിന്തിക്കുക. അമ്പലപ്പുഴയിൽ രാമായണം അവിടെ ചിത്രരചന ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്പലപ്പുഴയുടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത്, ആ ക്ഷേത്ര സമുച്ചയത്തിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീരാമൻ ഒരു സ്ത്രീയെ പോലും പാദം കൊണ്ട് അല്ലെങ്കിൽ ചവിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മമാർ കാല് നീട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. എങ്ങാനും അത് താണ്ടിക്കടന്നാൽ അപ്പം മുത്തശ്ശിമാർ അല്ലെങ്കിൽ അവിടെയുള്ള കാരണവന്മാർ നമ്മളെ ചീത്ത പറയാറുണ്ട്. എങ്ങാനും ഈ അമ്മമാരെ കാല് നീട്ടിയിരിക്കുന്ന അമ്മമാർക്ക് അവരുടെ ആയാസം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ആ വേദനാജനകമായ കാൽമുട്ടുകളുടെ അവർ പണിയെടുത്ത് ക്ഷീണിച്ചതിൻ്റെയോ ഒരു ആയാസത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് അവരെ താണ്ടിക്കടക്കുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ നമസ്കരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പാദങ്ങൾ സ്പർശിച്ച ഭൂമിയിൽ ആ പാദത്തിൻ്റെ ഇത് കണ്ടിട്ട് ശ്രീരാമനിലേക്ക് എത്തുന്ന ശൂർപ്പണഖ, ആ ശ്രീരാമൻ ഞാൻ ഏകപത്നിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത നിമിഷം തന്നെ ലക്ഷ്മണനോട് ഓടിയെത്തുന്ന ശൂർപ്പണഖ. അപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് കാമത്തെ മോഹിപ്പിച്ച് അല്ലെങ്കിൽ കാമത്തെ തൻ്റെ വശത്താക്കിയെടുത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം നടക്കുന്ന ശൂർപ്പണഖമാർ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഉടനെ തന്നെ രാമലക്ഷ്മണന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ ചാടിക്കേറുന്നത് സീതയുടെ നേർക്കാണ്. നീ എന്ന സ്ത്രീ രൂപം ഉള്ളത് കൊണ്ടാണ് എന്നെ ഇവർ മോഹിക്കാത്തത് അല്ലെങ്കിൽ എന്നെ ഇവർ സ്വീകരിക്കാത്തത് എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഇന്നും സംഭവിക്കുന്ന ശൂർപ്പണഖമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തൊക്കെ കാണുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അതിൽ വശംവദരാകുന്ന ഒട്ടനവധി പുരുഷന്മാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്കും 40 വയസ്സ് കഴിഞ്ഞു, എനിക്കും ഇപ്പോൾ 50 വയസ്സ് തികയാറായി. അവർ രണ്ടുപേരും ജീവിതത്തിൽ നിന്നും എല്ലാം അനുഭവിച്ച ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിതാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കിതാണ്, ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ച ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഇനി ഒരുമിച്ചിരുന്ന് സുഖമായിട്ട് ജീവിക്കണം, അതിനുള്ള സംവിധാനമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രം ലഭിച്ച് ഒരു താമസ സൗകര്യം ലഭിച്ചാൽ ഞാൻ സുഖമായി ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ ഒരു വിഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിയായിട്ട് തോന്നാം, പക്ഷേ കാലക്രമേണ ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത കുടുംബ ബന്ധങ്ങളായി മാറുന്നു ഇന്നത്തെ ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് രാമായണത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെ എടുക്കുന്ന സമയത്ത്, കഥാപാത്രങ്ങൾ എന്ന് പറയാൻ പാടില്ല, രാമായണത്തിൽ ഓരോ അവതാരങ്ങളെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കുടുംബ ജീവിതത്തിൻ്റെ മഹത്വം നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ജീവിച്ച് എന്ത് കഷ്ടപ്പാടാണെന്ന് വെച്ചാലും നമുക്ക് ഒരുമിച്ച് സഹിക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നവിടെ ഇവിടെ കാമമോഹിതമായ ശൂർപ്പണഖയടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു. വനവാസത്തെ കാലത്ത് വനത്തിൻ്റെ സൗന്ദര്യം അന്വേഷിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, ആകാശ മാർഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശൂർപ്പണഖ അവിടെ പാദങ്ങൾ കണ്ടു മോഹിച്ച് നേരെ ശ്രീരാമൻ്റെ അടുക്കലെത്തി. ആ രാമൻ്റെ വിവരണങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആ രാമനാണ് എൻ്റെ പതിയായിട്ട് വരേണ്ടത് എന്ന് ആവശ്യപ്പെടുകയും
ആ സമയത്ത് ലക്ഷ്മണനും ഇതേപോലെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്നും ദേഷ്യം പൂണ്ടുവരുന്ന രാക്ഷസിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രാക്ഷസന്റെ സഹോദരി രാക്ഷസിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. രാക്ഷസൻ എന്ന് പറയുന്നത് സ്വഭാവത്തിലെ ഗുണഗണങ്ങളെ വെച്ചുകൊണ്ടാണ്, ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. കാരണം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളായിട്ട് രാവണനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. രാവണൻ ൻ്റെ സഹോദരിയായിട്ട് ശൂർപ്പണഖയെ പ്രദാനം ചെയ്യുമ്പോൾ ആ രാമസമീപം എത്തുന്ന എൻ്റെ ദേഷ്യം മുഴുക്കെ കാണിക്കുന്ന ശൂർപ്പണഖയെ നമുക്ക് വീണ്ടും കാണുന്നത്. ആദ്യം ഒരു നിമിഷം കൊണ്ട് പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിച്ചു മനസ്സ്. അടുത്ത നിമിഷം ഇത് ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ക്രോധത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് പോയി അവരെ വധിക്കാനും ഭക്ഷിക്കാനും വേണ്ടി കൈകൾ നഖങ്ങൾ ഉയർത്തി ദംഷ്ടങ്ങൾ ഉയർത്തി യഥാസ്വരൂപം കാണിച്ച് ശൂർപ്പണഖ അവിടെ കാണുന്നു. അപ്പോൾ പല പ്രലോഭനങ്ങളും നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ആ പ്രലോഭനങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ പെട്ടുപോകുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞു. ആ പ്രലോഭനങ്ങളിലൊന്നും പെടാതെ രാമലക്ഷ്മണന്മാർ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? പഞ്ചവടിയിൽ ഇത്രയും നല്ല തത്വം ഉപദേശിച്ച അടുത്ത നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ വരുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം രാമായണം നിത്യേന ദിവസേന വീട്ടിൽ വായിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ചെറിയ മക്കൾ ചിലപ്പോൾ നമ്മളോട് അടുത്ത് വന്നിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ രാമായണം കേൾക്കുന്നതിലൂടെ അവരടുത്ത് വന്നിരിക്കും. കുറച്ച് മുതിർന്ന ആൾക്കാരെന്താ ചെയ്യുക? ഇനിയിപ്പോൾ രാമായണം വായിച്ചിട്ടാണ് ഈ വീട്ടിൽ എല്ലാം ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിലേ ദാരിദ്ര്യമാണ്, അല്ലെങ്കിലേ സ്വഭാവങ്ങളെല്ലാം മോശമാണ്, ഇനിയിപ്പോൾ രാമായണം കൂടി വായിച്ചിട്ട് വേണം നമ്മുടെ സ്വഭാവത്തെ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജ്ഞാനസമ്പാദ്യത്തിലൂടെ കാണുന്ന സമയത്ത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ആശ്രമങ്ങളിൽ നിത്യജീവിതത്തിൽ അവിടെ പോകാൻ തുടങ്ങി, അവിടെ ആശ്രമ പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളോ ഇനിയിപ്പോൾ ആശ്രമത്തിൽ പോയി സന്യാസിയായിട്ടാണ് ഇവൻ കുറേ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വിമർശനങ്ങളുടെ ബുദ്ധിയ ആൾക്കാർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ മാനസികമായി തളർത്തുന്നുണ്ട്. ആ മാനസികമായി തളരാതിരിക്കാൻ ആ രാമതത്വത്തെ അറിയണമെന്നാണ് നമ്മൾ പറയാനുള്ളത്. അപ്പം അങ്ങനെ ഷാഢ്യം സദാ ദുർജനെ എന്ന് പറഞ്ഞ് ഭർത്തൃഹരി പറയുന്ന ഒരു കാര്യമുണ്ട്. ഭോഗേ രോഗഭയം കുലേ ചുതിഭയം വിത്തേ നൃപാലാഭയം മാന്യേ ദൈത്യഭയം എന്നൊക്കെ ഭർത്തൃഹരി നമുക്ക് പറഞ്ഞു തരുന്ന ശ്ലോകങ്ങളുണ്ട്. ഭോഗേ രോഗഭയം, ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചത് കഴിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ പറയും ഇത് കഴിച്ചാൽ ഇന്ന അസുഖമുണ്ടാവും അല്ലേ? ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ചായയിൽ പഞ്ചസാര ഇല്ലാതെ കുടിക്കുന്ന ആൾക്കാർ. കാരണം പഞ്ചസാര ഒരു ദിവസം ചായ അതിൽ 4-ലധികം 5-ലധികം കുടിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഷുഗർ വരും. കാരണം പഞ്ചസാര ഷുഗറിനെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവർ പറയുന്നു ചായയിൽ പഞ്ചസാര ഇടാവോ എന്ന് ചോദിച്ചിട്ടാണ് ചായ ഉണ്ടാക്കാൻ തന്നെ വീട്ടമ്മ പോകുന്നത് അല്ലേ? അപ്പോൾ എങ്ങാനും വേണ്ട ആൾക്ക് പോലും ചായയിൽ പഞ്ചസാര ഇട്ടാൽ എനിക്ക് ഷുഗർ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സിലും ബുദ്ധിയിലേക്കും അത് ചിന്തനം വന്നപ്പോൾ പിന്നെ കുടിക്കുന്ന സാധനങ്ങൾ പോലും എന്തായിപ്പോയി? ഭോഗേ രോഗഭയമായി പോയി അല്ലേ? മധുരം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഭാര്യ പറയും അധികം മധുരം കഴിക്കേണ്ട, ഷുഗർ ഉണ്ടാവും. നേരെ മറിച്ച് സ്നേഹത്തോടുകൂടി തരുന്ന ആൾക്കാർ, ആ സ്നേഹത്തോടു കൂടി തരുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ആരോഗ്യം നമ്മുടെ കൈവെള്ളയിലല്ല ഇപ്പോൾ. പണ്ടൊക്കെ ആരോഗ്യം ദൃഢമായിരുന്നു, മനസ്സ് ദൃഢമായിരുന്നു, എന്ത് കഴിച്ചാലും അത് ദഹിപ്പിക്കാനുള്ള ശക്തി നമുക്കുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭോഗവസ്തുക്കളെല്ലാം നമ്മുടെ രോഗവസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അത്തരത്തിൽ ആ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിമിഷം കൊണ്ട് ഭോഗങ്ങളെല്ലാം
ഇല്ലാതാകാൻ സാധിക്കും. ഭുജിച്ചതെല്ലാം നാവിൻ്റെ 4 ഇഞ്ച് മധുരമോ എരിവോ ആണെങ്കിൽ അത് 4 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ എല്ലാം ഒരേപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ പുരുഷൻ്റെ പ്രഭാവം കണ്ടുകൊണ്ട് ശൂർപ്പണഖ അവിടെ എത്തിയപ്പോൾ ആ പുരുഷനിൽ നിന്ന് തന്നെ മൂക്കും മുലയും അതുപോലെ തള്ളവിരലും ഛേദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ചർച്ചയുണ്ടായി, ചാനലിലൂടെ കാണാൻ സാധിക്കും. എന്നാലും ലക്ഷ്മണൻ ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ. കാരണം നമ്മുടെ സങ്കല്പമനുസരിച്ച് ശൂർപ്പണഖ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിലകത്ത് നമുക്ക് എപ്പോഴാണ് ഭോഗസ്ഥിതിയിലേക്ക് വരുന്നത്, ആ ഭോഗസ്ഥിതി നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ അത് പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രോധത്തിലേക്ക് എത്തും. ആ ക്രോധം ചിലപ്പോൾ ബാക്കിയുള്ളവരെ നശിപ്പിക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റെയിൽവേ ട്രാക്കിൻ്റെ മുന്നിൽ മരം കൊണ്ടിടുക, ബൈക്ക് കൊണ്ടിടുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, മറ്റത് കത്തിച്ച് കളയുക, ഇത് ചെയ്യുക, അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമുക്കിന്ന് പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അത് ഇത്തരത്തിലുള്ള ഭോഗങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന, മനസ്സിനെ ഏകാഗ്രതമാക്കിയെടുക്കാൻ വിരാതനിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചു അല്ലേ. അത് കഴിഞ്ഞാൽ ശൂർപ്പണഖയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിമിഷം പ്രതി നമുക്ക് മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവൾ വേണോ അവൾ വേണോ, അല്ലെങ്കിൽ അവൻ വേണോ ഇവൻ വേണോ, അല്ലെങ്കിൽ ആരാണോ ഭംഗിയുള്ള ആൾക്കാർ എന്ന് ചിന്തിക്കും. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്തെല്ലാമോ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നു. ഇതിനെ ഏകാഗ്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തെയാണ് ഇവിടെ നമുക്ക് മൂക്ക് വാസനയുടെ സ്വഭാവത്തെ നമുക്ക് തിരിച്ചറിയുന്നത് മൂക്കിലൂടെയാണ്. ആ മൂക്കിലൂടെയാണ് നമുക്ക് എല്ലാ വാസനകളും ഉണ്ടാവുന്നത് അല്ലേ. അടുത്ത വീട്ടിൽ പപ്പടം കാച്ചിയാൽ നമുക്കിവിടെ മണം വരും. ആ പപ്പടത്തിൻ്റെ മണം നമ്മൾ സ്വീകരിക്കും അല്ലേ. മത്സ്യമാംസാദികൾ ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ടാക്കേണ്ട അടുത്ത വീട്ടുകാർ ഇരുന്ന് പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇന്ന് ബിരിയാണിയാണ് എന്ന് പറയുന്ന മണത്തെ ആകർഷിക്കാൻ അല്ലേ. ആ ഭോഗങ്ങളെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ മൂക്കാണ്. അതേപോലെ കാമങ്ങളുടെ ചേഷ്ടകളുടെ ഏറ്റവും പ്രധാനമാണ് മുലകൾ എന്ന് പറയുന്നത്. തള്ളവിരൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ബലത്തെ നിയന്ത്രിക്കുന്നതാണ് തള്ളവിരൽ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ 3 കാര്യങ്ങളും നമ്മുടെ കൈവിട്ട് പോയാൽ സുഖഭോഗങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഈശ്വരാധീനത്തെ നമുക്ക് കൈവരിക്കുവാനുള്ള തപസ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ശൂർപ്പണഖ അവിടെ നിന്നും അലറി വിളിച്ചുകൊണ്ടാണ് ഓടിപ്പോകുന്നത് അല്ലേ. തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഛിന്ന ഭിന്നമാക്കിയപ്പോൾ അവിടെ നിന്നും രാവണൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ രാവണൻ്റെ അച്ഛൻ്റെ പേര് നമുക്കറിയാം, പുലസ്ത്യൻ വിശ്രവസ് എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് പുലസ്ത്യനെ നമുക്ക് കാണാൻ സാധിക്കും. അവരിൽ നിന്നാണ് നമുക്ക് വിശ്രവസും ശൂർപ്പണഖയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും നല്ല കുലത്തിൽ ജനിച്ചിട്ട് പോലും ഭോഗവസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണിക്കുമ്പോൾ ആ കുലത്തെ പോലും ഇല്ലാതാക്കുന്നു എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭോഗേ രോഗഭയം കുലേ ചുതിഭയം. ആ കുലം ശ്രേഷ്ഠമാണെങ്കിൽ അത് ചിലപ്പോൾ നാളെ ചുതിയിലേക്ക് വരാൻ സാധിക്കും അല്ലേ. നല്ല തറവാട്ടുകാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കുടുംബക്കാർ, ജാതി വ്യത്യാസമില്ലാതെയാണ് ഞാനിവിടെ പറയുന്നത്. അത് ജാതി നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എല്ലാവർക്കും അവരുടെ കുലം എന്ന് പറയുന്നത് അഭിമാനാർഹമാണ്. ആ അഭിമാനാർഹമായ കുലം നമുക്ക് നോക്കുമ്പോൾ അവിടെയും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കുലേ ചുതിഭയം. എങ്ങാനും ആ കുലത്തിൽ ആരെങ്കിലും ഇത് തെറ്റ് ചെയ്ത് അത് മുന്നോട്ട് വന്നാൽ, അത് പത്രത്തിൽ വാർത്തയായിട്ട് വന്നാൽ, ആ കുലത്തിലെ ആൾക്കാരെല്ലാം ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കും, എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കും, എല്ലാത്തിൽ നിന്നും പിന്നാലേക്ക് പോകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പണ്ടുള്ള ആൾക്കാർ മടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ
നല്ല കുലത്തിൽ ജനിച്ചിട്ടാണെങ്കിൽ പോലും രാവണനും ശൂർപ്പണഖയും ചെയ്യുന്ന തെറ്റുകൾ സമൂഹത്തിന് എതിരാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഭാഗമാണ് ഇവിടെ ശൂർപ്പണഖയുടെ ശരീരം മുറിക്കുന്നതായിട്ട്. കരഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് ഓടിയെത്താണ്. ആദ്യം കരനെ ചെന്നിട്ടാണ് കാണുന്നത്. കരനെ ചെന്ന് കരദൂഷണ ത്രിജരാക്കൾ രാമനോട് യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ശൂർപ്പണഖ പറഞ്ഞ് തൻ്റെ ഖരദൂഷണന്മാർ വന്ന് രാമനെ എതിർക്കാൻ സാധിക്കുന്നു. അവിടെ 3.5 നാഴിക കൊണ്ട് രാമൻ ഇവരെല്ലാവരെയും വധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രാമനെയും നമുക്ക് മുന്നോട്ട് വയ്ക്കണം. കാരണം തൻ്റെ നേരെ ആയുധമെടുത്ത് ഉയർത്തി വരുന്ന ആൾക്കാരെ വധിച്ച് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് രാമൻ കാണിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഒരു സ്ത്രീയോട് കാണിക്കുന്ന അപമര്യാദ അനുകൂലമായിട്ടാണ് ഇവരെല്ലാം വരുന്നത്. എന്താണ് യഥാർത്ഥമായിട്ട് സംഭവിച്ചത് എന്ന് പോലും തിരിച്ചറിയാതെയാണ് ഖരദൂഷണന്മാർ വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാവരെയും വധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീരാമനെയും കാണാം. അപ്പോൾ ബ്രഹ്മവിദ്യയായ സീതയെ കൂടെ നിർത്തിക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ബ്രഹ്മവിദ്യയുടെ കാര്യമാണ് നമുക്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് ശൂർപ്പണഖ വന്നാലും ശരി, ഖരദൂഷണന്മാർ വന്നാലും ശരി, വധിക്കാനുള്ള സാമർഥ്യത്തോടുകൂടി അവരെ നേരിടാനുള്ള ശക്തിയോടുകൂടി ശാസ്ത്രവിദ്യയോടുകൂടി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ രാജസഭയിൽ ചെന്ന് ശൂർപ്പണഖ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ശൂർപ്പണഖ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ മൂക്ക് മുറിച്ച ഒരാൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ രാവണന് ആദ്യമൊന്നും മനസ്സിലായില്ല അല്ലേ. എങ്ങാനും ജലദോഷം വന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ചുമ വന്ന് സംസാര വിഷയങ്ങൾ കൈമാറിപ്പോയപ്പോൾ അല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ രാവണൻ്റെ സദസ്സിൽ ചെന്ന് ശൂർപ്പണഖ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വിലാപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂക്ക് മുറിഞ്ഞ ആള് സംസാര ഭാഷ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പം അങ്ങനെ ശ്രീരാമൻ ഛേദിച്ചു വിട്ട അല്ലെങ്കിൽ ലക്ഷ്മണൻ ഛേദിച്ചു വിട്ട ഭാഗവുമായിട്ട് നമുക്ക് ശൂർപ്പണഖ രാവണൻ്റെ അടുത്തെത്തി. ഇങ്ങനെ ഒരു സ്ത്രീ അതീവ സുന്ദരിയായിട്ട് ഒന്ന് ചിന്തിക്കുക. ശൂർപ്പണഖയുടെ 2 ദൗർബല്യങ്ങളെ നമുക്ക് കാണിച്ചു തന്നു. ഒരു നിമിഷം കൊണ്ട് രാമനെ മാറ്റി ലക്ഷ്മണനിലേക്ക് തിരിച്ച മുഖം. അതേപോലെ തന്നെ ഇവിടെ സീത എന്നുള്ളത് ഒരു ഈർക്കലയിൽ തുണി ചുറ്റിയതുപോലെ അല്ലെങ്കിൽ അത്രയും സൗന്ദര്യവതി അല്ലാത്ത ഒരു രൂപത്തെ ചിത്രീകരിച്ച ആള് അടുത്ത നിമിഷം രാവണൻ്റെ അടുത്ത് പോയി പറയുന്നത് എന്താണ്? അതീവ സുന്ദരിയായ ഒരു വ്യക്തി, ഒരു സ്ത്രീ, നിനക്ക് നിൻ്റെ രാജകൊട്ടാരത്തിൽ നിൻ്റെ രാജപത്നിയായിട്ട് ഇവിടുത്തെ പട്ടമഹർഷിയായിട്ടെല്ലാം നിനക്ക് വെക്കാൻ പറ്റുന്ന അതീവ സൗന്ദര്യമുള്ളവൾ അവിടെ വന്നിട്ടുണ്ട്. രാമൻ്റെ ഭാര്യയായിട്ടാണ് ഇരിക്കുന്നത് എന്നെല്ലാം ആ സ്ത്രീയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗത്തെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഒരാൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടി എങ്ങനെ വേണമെച്ചാലും വളച്ചൊടിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ആ സ്വഭാവത്തെ മാറ്റിയെടുക്കാനാണ് ശൂർപ്പണഖയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. രാവണൻ അത് അറിഞ്ഞില്ല. തന്നെ വധിക്കാനുള്ള ഒരായുധമാണ് എന്ന് ആർക്ക് മനസ്സിലായില്ല? രാവണന് മനസ്സിലായില്ല. ഉടനെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അവിടെയും പറയുന്നു 3.5 നാഴിക കൊണ്ട് ഖരദൂഷണന്മാരെ വധിച്ച ശ്രീരാമചന്ദ്രനാണ്. അപ്പോൾ നമ്മുടെ ആയുധബലമോ ഭടന്മാരുടെ ബലമോ കൊണ്ട് ആരുടെ അടുത്ത് മുന്നിൽ പോകാൻ പാടില്ല. ശ്രീരാമൻ്റെ മുന്നിൽ പോയാൽ തോറ്റ് തുന്നമ്പാടി വരും രാവണ എന്ന് പറയുന്നുണ്ട്
അതുകൊണ്ട് രാവണൻ വേറെ ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശൂർപ്പണഖ പോലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ പറ്റിച്ച് ചതിച്ച് നമ്മളിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്ന ഒരുപാട് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് കാര്യങ്ങൾ ഇവയെല്ലാം നമുക്ക് ഒരു കാലത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ മുതലേ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസിക ആരോഗ്യം നമുക്കുണ്ടാവും. വിഷമിച്ചിരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ശൂർപ്പണഖയെ ലങ്കയിലെത്തി രാവണനോട് പറയുന്നതനുസരിച്ച് രാവണൻ നേരെ ചെന്ന് തൻ്റെ അമ്മാവനായിട്ടുള്ള മാരീചനെ ചെന്ന് കാണുന്നു അല്ലേ. ആ മാരീചനെ ചെന്ന് കാണുമ്പോൾ തന്നെ മാരീചൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. ചിന്തിച്ചു നോക്കൂ. എങ്ങാനും മാരീചൻ പഴയ വൈരാഗ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത് വിചാരിക്കാം അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ പറയാറുണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രമാക്കിയെടുക്കുന്ന ഒരു അഭ്യാസത്തിലാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രണ്ട് ശത്രുക്കൾക്ക് ഒരാൾ ശത്രു ആയാൽ ആ ശത്രുവിൻ്റെ ശത്രു പോലും എൻ്റെ മിത്രമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ വരുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോകണോ? അങ്ങനെയാണ് ഇരുന്നതെങ്കിൽ ആ മാരീചൻ പണ്ടത്തെ ശത്രുത തന്നെ അസ്ത്രമയച്ച് ഓടിയ രാമൻ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ എങ്ങനെ കാട്ടിലേക്ക് വന്ന് വധിക്കാമെന്ന് ചിന്തിക്കേണ്ട ആള് അവിടെ നിന്നും രാവണനെ ഉപദേശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിന്തിച്ച് നോക്കുക. അപ്പം രാവണനെ ഉപദേശിക്കുന്ന എന്താണ്? നീ രാമനോട് കളിക്കണ്ട. കാരണം ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ മരം പോലും രാമനായിട്ടാണ്. ആ ഒരു സ്പർശം അല്ലെങ്കിൽ ഒരു നോട്ടം, ഒരു ഭാവം, ഞാൻ അസ്ത്രമയച്ച് എല്ലാ ദേവന്മാരുടെയും അടുത്ത് ചെന്ന് പാദനമസ്കാരം ചെയ്തപ്പോൾ അവർക്ക് രാമബാണമായതുകൊണ്ട് ഞങ്ങൾക്ക് ആ രാമബാണത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രാമൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് രാമൻ്റെ പാദങ്ങളിൽ വന്ന് നമസ്കരിച്ച് തിരിഞ്ഞ് അവിടെ നിന്നും ഓടുന്നു ആവനാഴിയിലേക്ക്. ആ അസ്ത്രം വീണ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഓടുന്ന മാരീചനെ നമുക്ക് കാണാം. ആ സമയത്തൊന്ന് രാമനെ തിരിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ തപസ് ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു നോട്ടത്തിൽ തന്നെ ആ രാമൻ്റെ മഹത്വം അറിയുകയും ആ രാമൻ്റെ വിഗ്രഹം തൻ്റെ ഉള്ളിൽ പതിയുകയും ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു, ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ആര്? ശ്രീരാമചന്ദ്രൻ അല്ലേ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്ന മാരീചനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലേ. അപ്പം ആ അയോധ്യാവാസിയായ ദശരഥൻ്റെ പുത്രൻ രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് എന്ന് നമുക്ക് പകർന്നു തരുന്നത് മാരീചനാണ്. അപ്പം അങ്ങനെയുള്ള മാരീചനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നമസ്കാരം.